ഡിംപിളിനെ ഫോളോ ചെയ്ത് അഹാന കാറിൽ പോവുകയാണ്. അഹാന പുറകെ വരുന്നത് കാണുന്ന ഡിംപിൾ പേടിച്ച് സ്പീഡിൽ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. കുറെ ദൂരം പോകുമ്പോൾ അഹാന ഡിംപിളിന്റെ കാറിന് മുന്നിൽ കാർ കൊണ്ട് നിർത്തുന്നു. ഡിംപിൾ കാർ നിർത്തിയിരിക്കുന്നത് മൈനിങ് നടക്കുന്ന സ്ഥലത്താണ്. അഹാന വരുന്നത് കാണുന്ന ഡിംപിൾ പേടിച്ച് നമ്മൾ രണ്ടുപേരും കണ്ട കാര്യം ആരോടും പറയില്ല എന്ന് പറയുകയാണ്. ഈ കാര്യം ആരും അറിയാൻ പോകുന്നില്ല. പമ്മിയെ ഞാൻ കൊന്നു, ഇൻസ്പെക്ടറിനെ കൊന്നു, സുവർണയെ കൊന്നു, സമീറിനെ കൊന്നു, ഋഷഭിനെ കൊന്നു. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങളും എന്റെ ഫാമിലിയെ കൊന്നതല്ലേ? ഓർമ്മയുണ്ടോ? പൂർവിയെ ഓർമ്മയുണ്ടോ? പൂർവിയുടെ ഫാമിലിയെ കൊന്നത് ഓർമ്മയുണ്ടോ? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപികൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും. നിനക്കുള്ള ശിക്ഷയുടെ തുടക്കം ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞ് അഹാന ഡിംപിളിനെ മൈനി നടക്കുന്നതിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം ഡിംപിളിന്റെ മുന്നിൽ അഹാന ടീനയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. ടീനയെ കാണുന്ന ഡിംപിളിന് പേടി തോന്നുകയാണ്. ഞാൻ നിന്നെ കൊന്നതല്ലേ, നീ ജീവനോടെ ഇരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് പേടിച്ചോടുകയാണ് ഡിംപിൾ. അപ്പോൾ ഡിംപിളിന്റെ മുന്നിൽ വലിയൊരു കുഴി കാണുന്ന ഡിംപിൾ പേടിച്ച് ടീനയെ നോക്കി കൈ തൊഴുതുകൊണ്ട് എനിക്ക് മാപ്പ് തരണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ടീന പകുതി നാഗമായ അഹാനയായി മാറുന്നു. അഹാനയെ ആ രൂപത്തിൽ കാണുന്ന ഡിംപിൾ പേടിച്ചിരിക്കുകയാണ്. ഞാനൊരു നാഗകന്യകയാണ്, നീ നിന്റെ മരണമാണ് ഞാനെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണുന്ന ഡിംപിൾ അഹാനയോട് കരഞ്ഞുകൊണ്ട് കൈ തൊഴുത് സോറി എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അഹാന വാലുകൊണ്ട് ഡിംപിളിനെ തള്ളി താഴേക്ക് ഇടുകയാണ്. ദേഷ്യം മാറാതെ നിൽക്കുന്ന അഹാന താഴെ വീഴുന്ന ഡിംപിളിന്റെ പുറത്തേക്ക് വാലുകൊണ്ട് പാറക്കല്ലിനെ ഇടിച്ചിടുകയാണ്. ആ പാറ കഷ്ണങ്ങൾ വന്ന് വീഴുമ്പോൾ ഡിംപിൾ നിലവിളിക്കുകയാണ്. ആ സമയം ജോലി ചെയ്യുന്ന കുറച്ചു പേർ അവിടെ വരുന്നു. അവർ ഡിംപിളിന്റെ പുറത്ത് കിടക്കുന്ന കല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഹാന. ഈ സമയം ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയാകുന്ന ആര്യമ്മൻ അഹാനയെ കാണാത്തത് കൊണ്ട് അഹാനയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് അഹാനയോട് ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ആര്യമ്മൻ പറയുന്നത് കേൾക്കുന്ന അഹാന വരാമെന്ന് പറഞ്ഞ് കാള് കട്ട് ചെയ്യുകയാണ്. നിങ്ങളെക്കാളും ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ചങ്കിസ്ഥാനികൾ. ആദ്യം അവർ എന്തിനാണോ കാത്തിരിക്കുന്നത് അത് അവസാനിപ്പിക്കണം, പിന്നീട് അവരുടെ കഥ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഹാന. ഈ സമയം പറഞ്ഞിട്ടും പറിച്ചിട്ടും ബോക്സിൽ നിന്നും കിട്ടിയ പേപ്പർ എടുത്തുകൊണ്ട് ഏരുള് 24 വർഷം മുമ്പ് കൊടുത്തതാണെന്നും ഇത് ലക്കി കോട്ടാണെന്നും കുറച്ചു നേരമായി എന്തോ ഈ കോട്ടിന്റെ അകത്തുള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്നും പറയുകയാണ് പർമീത്ത്. അത് കേൾക്കുന്ന ഏരുള് ഇന്ന് പർമീത്തിന് ഈ കോട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഏരുൾ പർമീത്തിനെയും പർജീത്തിനെയും കുറെ കോഴികളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കോഴികളെ കാണുന്ന അവർ രണ്ടുപേരും വലിയൊരു പാർട്ടി നടത്താനായിരിക്കും ഇത്രയും കോഴികൾ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന ഏരുൾ അവരോട് ഇവിടെ പാർട്ടി നടക്കാൻ പോകുന്നത് ശരിയാണ്, പക്ഷെ അത് നിങ്ങൾക്കല്ല ഈ കോഴികൾക്കാണെന്നും പറഞ്ഞിട്ട് ഏരുൾ പർമീത്തിനെ ആ കോഴിക്കൂട്ടിന്റെ അകത്തേക്ക് തള്ളിയിടുകയാണ്. കോഴികളെല്ലാം പർമീത്തിനെ ഉപദ്രവിക്കുകയാണ്. ഇത് കാണുന്ന പർജീത്ത് ഏരുളിനോട് ചേട്ടനെ ഉപദ്രവിക്കരുത്, ചേട്ടൻ മരിച്ചു പോകും, ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് പർജീത്ത് ഏരുളിനെ നിർബന്ധിക്കുന്നത് കാണുന്ന ഏരുള് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പർജീത്തിനോട് ആ പേപ്പർ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പർജീത്ത്. ആ ഡ്രാഗണും നാഗങ്ങളെ പോലെയാണ്, അവരുടെ ശരീരവും തണുപ്പാണ്, അവരുടെ കണ്ണ് ചുവന്ന നിറത്തിലായിരിക്കും. ഡ്രാഗണെ എങ്ങനെ ആഹാരം കണ്ടുപിടിക്കുമെന്ന് അറിയാൻ നാളെ വരെ കാത്തിരിക്കണേ. താങ്ക്